Hello my dear English learners. Welcome back to my channel. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് വേർഡ്സ് ആണ്. ഇംഗ്ലീഷ് വേർഡ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോറിംഗ് ആയി തോന്നിയേക്കാം. പക്ഷേ ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വേർഡ്സും അതിൻ്റെ മീനിങ്സും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ല. മറിച്ച് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസസ് ഈ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ്. വീഡിയോ മുഴുവനായി കാണുക. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ വൊക്കാബുലറീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വി ആർ ഹാപ്പി ടു ലേൺ ഇംഗ്ലീഷ്. ഇതിൻ്റെ അർത്ഥം എന്താ? വി ആർ ഹാപ്പി എന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പിയാണ്. ടു ലേൺ ഇംഗ്ലീഷ്, എന്തിന്? ഇംഗ്ലീഷ് പഠിക്കാൻ. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഞങ്ങൾ ഹാപ്പിയാണ് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം വരുന്നത്. എന്താണ് ഈ ലേൺ എന്ന് പറയുന്നത്? ലേൺ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പഠിച്ച് മനസ്സിലാക്കുക എന്നർത്ഥത്തിലാണ്. അതായത് എന്തെങ്കിലും ഒരു കഴിവ് നേടുക എന്നർത്ഥത്തിലാണ് നമ്മൾ ലേൺ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ പഠിക്കുക എന്നുള്ളതിന് നമ്മൾ സ്റ്റഡി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ലേണും സ്റ്റഡിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ലേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ച് ഒരു കഴിവ് നമ്മൾ സ്വായത്തമാക്കുക എന്നർത്ഥം വരാനാണ് നമ്മൾ ലേൺ ഉപയോഗിക്കുക. അപ്പോൾ അതേസമയം നമ്മൾ സ്റ്റഡി എന്ന വേർഡ് ഉപയോഗിക്കുന്നതോ രണ്ടും പഠിക്കുക എന്ന് തന്നെയാണ്. പക്ഷേ സ്റ്റഡി എന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് വായിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധയോടെ പഠിക്കുക, അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ സ്റ്റഡി എന്ന് ഉപയോഗിക്കുക. അതേസമയം നമ്മൾ പഠിച്ച് ഒരു കഴിവ് അല്ലെങ്കിൽ എന്തൊരു കാര്യം സ്വായത്തമാക്കി എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട വേർഡ് ലേൺ എന്ന വേർഡാണ്. അതായത് ആ പഠനത്തിലൂടെ ഒരു സ്കില്ലാണ് നിങ്ങൾ നേടിയെടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് ലേൺ എന്ന വേർഡാണ്. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. നിങ്ങൾ ഇതിൻ്റെ ഇംഗ്ലീഷിലേക്ക് ആക്കാൻ ഏത് വേർഡായിരിക്കും യൂസ് ചെയ്യുക? അതായത് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു കഴിവാണ്, അല്ലേ? ഒരു സ്കില്ല് നമ്മൾ അവിടെ സ്വായത്തമാക്കാണ്. അതും എന്ത് തന്നെയാണ്? പഠിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ പഠനത്തിലൂടെ നമ്മൾ അവിടെ ഒരു കഴിവ് നേടിയെടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ലേൺ എന്നുള്ള വേർഡാണ് ഉപയോഗിക്കേണ്ടത്. സോ സെൻറ്റൻസ് എങ്ങനെ വരും എന്ന് നോക്കാം. ഐ വാണ്ട് ടു ലേൺ ഡ്രൈവിംഗ്. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പഠിച്ചു പോവാം. ഐ വാണ്ട് ടു. ഈ ഐ വാണ്ട് ടു എന്ന് വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ എപ്പോഴും ഈ ഐ വാണ്ട് ടു എന്നുള്ള രീതിയിൽ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. എനിക്ക് വെള്ളം കുടിക്കണം. ഐ വാണ്ട് ടു ഡ്രിങ്ക് വാട്ടർ. എനിക്ക് ഉറങ്ങണം. ഐ വാണ്ട് ടു സ്ലീപ്പ്. എനിക്ക് ബാഗ് വാങ്ങണം. ഐ വാണ്ട് ടു ബൈ എ ബാഗ്. അപ്പോൾ ഈ ഐ വാണ്ട് ടുവിൻ്റെ ഉപയോഗവും കൂടി ഞാൻ അതോടൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഡു നോട്ട് പണിഷ് ചൈൽഡ്. അതിൻ്റെ അർത്ഥം എന്താ? കുട്ടിയെ ശിക്ഷിക്കരുത്. ഇവിടെ ശിക്ഷിക്കരുത് എന്നതിന് ഉപയോഗിക്കുന്ന വേർഡാണ് പണിഷ് എന്നുള്ള വേർഡ്. ടീച്ചർ അവനെ ശിക്ഷിച്ചില്ല. എങ്ങനെ പറയും? ദ ടീച്ചർ ഡിഡ് നോട്ട് പണിഷ് ഹിം. ടീച്ചർ അവനെ ശിക്ഷിച്ചില്ല. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്തായിരുന്നു? ഡു നോട്ട് പണിഷ് ചൈൽഡ് എന്നായിരുന്നു ഫസ്റ്റ് സെൻറ്റൻസ്. രണ്ടാമത്തെ സെൻറ്റൻസ് ഞാൻ പറഞ്ഞത് എന്താ? ദ ടീച്ചർ ഡിഡ് നോട്ട് പണിഷ് ഹിം. ടീച്ചർ അവനെ ശിക്ഷിച്ചില്ല. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ ഡൂവും രണ്ടാമത്തേൽ ഡിഡും ആണ് ഉപയോഗിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് കുട്ടിയെ ശിക്ഷിക്കരുത് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മൾ എന്തുപയോഗിച്ചു? ഡു ഉപയോഗിച്ചു. അതായത് ശിക്ഷിക്കരുത് എന്നായതുകൊണ്ട് ഡു നോട്ട് ഉപയോഗിച്ചു. ഇവിടെ എന്താണ്? ടീച്ചർ അവനെ ശിക്ഷിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ കാര്യമാണ്. ശിക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു. ശിക്ഷിച്ചില്ല, അതായത് പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്തുപയോഗിച്ചത്? ഡിഡ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഡിഡ് നോട്ട് ആണ്. അതായത് ശിക്ഷിച്ചില്ല. ശിക്ഷിക്കേണ്ടതായിരുന്നു, മുന്നേ ശിക്ഷിക്കേണ്ടതായിരുന്നു, പക്ഷെ അത് ശിക്ഷിച്ചില്ല. അപ്പോൾ അത് പാസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഡിഡ് നോട്ട് ഉപയോഗിച്ചത്. പക്ഷേ ഡു നോട്ട് പണിഷ് ചൈൽഡ്, കുട്ടിയെ ശിക്ഷിക്കരുത്, അത് നമ്മളിപ്പോൾ പറയുന്ന കാര്യമാണ്, പ്രസൻറ്റിൽ പറയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ ഡു ഉപയോഗിച്ചത്, ഇവിടെ ഡിഡ് ഉപയോഗിച്ചത്. അടുത്ത സെൻറ്റൻസ് നോക്കാം. നമ്മൾ മീറ്റിംഗ് മാറ്റിവെക്കും. ഇതാണ് സെൻറ്റൻസ്. അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് വി വിൽ പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് എന്നാണ്. അതായത് മാറ്റിവെക്കുക എന്നതിന് ഉപയോഗിക്കുന്ന വേർഡാണ് പോസ്റ്റ്പോൺ.
എന്താണ്? പോസ്റ്റ്പോൺ. അതായത് നമ്മൾ മീറ്റിംഗ് മാറ്റി വെക്കും. വി വിൽ പോസ്റ്റ്പോൺ ദ മീറ്റിംഗ്. ഇവിടെ വിൽ ഉപയോഗിച്ചു. എന്തുകൊണ്ടാ? ഫ്യൂച്ചറിലെ കാര്യമാണ്. നമ്മൾ മീറ്റിംഗ് മാറ്റി വെക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ വിൽ ഉപയോഗിച്ചത്. വി വിൽ പോസ്റ്റ്പോൺ ദ മീറ്റിംഗ്. അടുത്തൊരു സെന്റൻസ് നോക്കാം. അവൾ ക്ലാസ് മാറ്റി വെച്ചു. എങ്ങനെ പറയും? ഷീ പോസ്റ്റ്പോൺഡ് ദ ക്ലാസ്. ഇവിടെ പോസ്റ്റ്പോണിന് പകരം പോസ്റ്റ്പോൺഡ് എന്നാണ് യൂസ് ചെയ്തത്. അതെന്തുകൊണ്ടായിരിക്കും? പാസ്റ്റിലെ കാര്യമാണ്. എന്ത് ചെയ്തു? മാറ്റി വെച്ചു. ക്ലാസ് ഓൾറെഡി മാറ്റി വെച്ചു. അപ്പോൾ പാസ്റ്റിലെ കാര്യമാണ്. അപ്പോൾ ഈ പോസ്റ്റ്പോൺ എന്നുള്ള വേർഡിനെ പാസ്റ്റിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ ED ചേർത്തു. അപ്പോൾ അതെന്തായി? പോസ്റ്റ്പോൺഡ് എന്നായി. ഷീ പോസ്റ്റ്പോൺഡ് ദ ക്ലാസ് എന്നായി. അടുത്ത സെന്റൻസ് നോക്കാം. എനിക്ക് നന്നായി വിശക്കുന്നു. വിശക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഹംഗ്രി എന്ന വേർഡായിരിക്കും നമ്മൾക്ക് വരാം, അല്ലേ? പക്ഷെ ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് നന്നായി വിശക്കുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അവിടെ ഒരു വെരി ചേർക്കും. വെരി ഹംഗ്രി എന്ന് പറയും. പക്ഷേ വെരി ഹംഗ്രി എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വേർഡാണ് സ്റ്റാർവിങ് എന്ന് പറയുന്നത്. അതായത് എനിക്ക് നന്നായി വിശക്കുന്നു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? സ്റ്റാർവിങ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ സെന്റൻസ് എങ്ങനെ വരും? ഐ ആം സ്റ്റാർവിങ് എന്ന് വരും. ഓക്കെ. അടുത്ത സെന്റൻസ് ആണ് വിജയത്തിന് കഠിനാധ്വാനം ആവശ്യമാണ്. എങ്ങനെ പറയും? വിജയം എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? സക്സസ് ആണ്, അല്ലേ? ദെൻ കഠിനാധ്വാനത്തിന് നമ്മൾ ഹാർഡ് വർക്ക് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിജയത്തിന് കഠിനാധ്വാനം ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾക്കൊരു വേർഡ് ചേർക്കണം. നീഡ് എന്നുള്ള വേർഡ് ചേർക്കണം. അപ്പോൾ എങ്ങനെ പറയും? സക്സസ് നീഡ്സ് ഹാർഡ് വർക്ക്. അടുത്തൊരു സെന്റൻസ് ആണ് അവളുടെ വിജയം അവളെ അഭിമാനിപ്പിച്ചു. പ്രൗഡ് എന്നുള്ള വേർഡാണ് അഭിമാനം എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അഭിമാനിപ്പിച്ചു എന്നർത്ഥം കൊണ്ടുവരാൻ നമ്മൾ മേഡ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സെന്റൻസ് നോക്കാം. ഹെർ സക്സസ് മേഡ് ഹെർ പ്രൗഡ്. ഹെർ സക്സസ് മേഡ് ഹെർ പ്രൗഡ്. അവളുടെ വിജയം അവളെ അഭിമാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ മേഡ് എന്ന് പറയുന്നത് മേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഈ മേക്ക് എന്ന വേർഡ് നമ്മൾ സാധാരണ ചിന്തിക്കുക ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഈ മേക്ക് അല്ലെങ്കിൽ മേഡ് എന്നുള്ള വേർഡ് നമ്മൾക്ക് വേറെ അർത്ഥങ്ങളിലും യൂസ് ചെയ്യാം. ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഹെർ സക്സസ് മേഡ് ഹെർ പ്രൗഡ്. അവളെ അഭിമാനിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മേഡ് യൂസ് ചെയ്തത്. സോ ഈ മേഡ് എന്നുള്ള വാക്ക് നമുക്ക് എന്തൊക്കെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കാം. അതായത് ചെയ്യുക, അല്ലെങ്കിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആക്കുക, അല്ലെങ്കിൽ കാരണമാകുക, ഈ അർത്ഥങ്ങൾ കൊണ്ടുവരാനൊക്കെ നമുക്ക് മേഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ചെയ്യുക എന്നുള്ള അർത്ഥം വരുമ്പോൾ ഒരു സെന്റൻസ് നോക്കാം. ഷി മേഡ് എ മിസ്റ്റേക്ക്. അവളൊരു മിസ്റ്റേക്ക് ചെയ്തു എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. ഉണ്ടാക്കുക എന്നല്ല എപ്പോഴും ഈ മേഡ് അല്ലെങ്കിൽ മേക്കിന് അർത്ഥം വരുന്നത്. എന്താണ്? ഷി മേഡ് എ മിസ്റ്റേക്ക്, ചെയ്യുക. ഇനി ഉണ്ടാക്കുക എന്നുള്ള അർത്ഥം വരാൻ ഷി മേഡ് എ ഫ്ലവർ വേസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവളൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കി എന്നാണ് വരുന്നത്. ഇനി ഷി മേഡ് ഹെർ പ്രൗഡ്, അവൾ അവളെ അഭിമാനിപ്പിച്ചു, അതായത് പ്രൗഡാക്കി എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ദ ജോക്ക് മേഡ് മീ ലാഫ്, എന്താണ്? ആ തമാശ എന്നെ ചിരിപ്പിക്കാൻ കാരണമായി. അപ്പോൾ കാരണമായി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മേഡ് യൂസ് ചെയ്യും. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. അവന് ബുദ്ധിയുണ്ട്. എങ്ങനെ പറയും? ഹി ഹാസ് ഇൻ്റലിജൻസ്. ബുദ്ധി എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വേർഡ്. ഇനി അടുത്തൊരു സെന്റൻസ് നോക്കാം. പഠനത്തോടൊപ്പം ഇൻ്റലിജൻസ് വളരും. എങ്ങനെ പറയും? ഇൻ്റലിജൻസ് ഗ്രോസ് വിത്ത് ലേണിംഗ്. പഠനത്തോടൊപ്പം ഇൻ്റലിജൻസ് വളരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ലേൺ എന്നുള്ള വേർഡാണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സ്വായത്തമാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സ്റ്റഡി എന്നല്ല ഇവിടെ യൂസ് ചെയ്തത്, അല്ലേ? സ്വായത്തമാക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് വരുന്ന ഒരു കഴിവാണത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് യൂസ് ചെയ്തത്? ലേൺ എന്നുള്ളത് യൂസ് ചെയ്തത്. അടുത്തൊരു സെന്റൻസ് നോക്കാം. മൈ ഗ്രാൻഡ് ഫാദർ ഈസ് വൈസ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ബുദ്ധിമാനാണ്. അപ്പോൾ ഇവിടെ ബുദ്ധിയെ സൂചിപ്പിക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? വൈസ് എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചത്. നേരത്തെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഇൻ്റലിജൻസ് എന്നുള്ള വേർഡാണ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അതായത്
ഒരാളെ നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഈ ബുദ്ധി എന്നത് ഒരാളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? വൈസ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. അതേസമയം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്വായത്തമാക്കുന്നു, നമ്മൾ അവിടെയാണ് ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു വ്യക്തിയെ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ, ബുദ്ധിമാനാണ്, ബുദ്ധിയുള്ളവളാണ് എന്നൊക്കെ പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വൈസ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഒരു സെൻറ്റൻസ് കൂടി നമുക്ക് നോക്കാം. വിവേകമുള്ള വ്യക്തി ശ്രദ്ധയോടെ കേൾക്കും. ഇവിടെ നമ്മൾ എന്തുപയോഗിക്കും? വിവേകമുള്ള വ്യക്തി, ഇവിടെ ഒരു വ്യക്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈസ് ആണോ ഉപയോഗിക്കുക, ഇൻ്റലിജൻസ് ആണോ ഉപയോഗിക്കുക? വൈസ് എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുന്നത്. എ വൈസ് മാൻ ലിസൺസ് കെയർഫുള്ളി. എന്താണ്? ഇവിടെ ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് വൈസ് എന്ന വേർഡ് ഉപയോഗിച്ചത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഞങ്ങൾ കസേരകൾ നിരത്തുകയാണ്. നിരത്തുക അല്ലെങ്കിൽ ക്രമീകരിക്കുക എന്നൊക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അലൈൻ. എന്താണ്? അലൈൻ എന്നുള്ള വേർഡാണ് നമ്മൾ ക്രമീകരിക്കുക അല്ലെങ്കിൽ നിരത്തുക എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്. സെൻറ്റൻസ് എങ്ങനെ വരും നോക്കാം. നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് ഇതാണ്. ഞങ്ങൾ കസേരകൾ നിരത്തുകയാണ്. വി ആർ അലൈനിങ് ദ ചെയേഴ്സ് എന്നാണ് വരുന്നത്. വി ആർ അലൈനിങ് ദ ചെയേഴ്സ്. ഞങ്ങൾ കസേരകൾ നിരത്തുകയാണ്. അടുത്തൊരു സെൻറ്റൻസ് ആണ്. യാത്രയ്ക്കായി ഞാൻ ആവേശത്തിലാണ്. ആവേശം അല്ലെങ്കിൽ ആകാംക്ഷ എന്നൊക്കെ അർത്ഥം വരാൻ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എക്സൈറ്റഡ്. സെൻറ്റൻസ് എങ്ങനെ വരും നോക്കാം. എന്താണ് നമ്മൾ പറഞ്ഞ സെൻറ്റൻസ്? യാത്രയ്ക്കായി ഞാൻ ആവേശത്തിലാണ്. ഐ ആം എക്സൈറ്റഡ് ഫോർ ദ ട്രിപ്പ് എന്നാണ് വരുന്നത്. ഇനി ഞാനൊരു മലയാളം സെൻറ്റൻസ് പറയാം. കുട്ടികൾ ആവേശത്തിലാണ്. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? കുട്ടികൾ ആവേശത്തിലാണ്. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത സെൻറ്റൻസ് ആണ് തെറ്റുകളെ പേടിക്കരുത്. അതായത് പേടി അല്ലെങ്കിൽ ഭയം എന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേർഡാണ് ഫിയർ. FEAR, ഫിയർ. സെൻറ്റൻസ് എങ്ങനെ വരും? ഡു നോട്ട് ഫിയർ മിസ്റ്റേക്സ്. എന്താണ്? ഡു നോട്ട് ഫിയർ മിസ്റ്റേക്സ്. മിസ്റ്റേക്സിനെ പേടിക്കരുത് എന്നാണ് അവിടെ വരുന്നത്. അടുത്ത സെൻറ്റൻസ് ആണ് അവർ ആരോഗ്യകരമായ ശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവർ ആരോഗ്യകരമായ ശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് രണ്ട് വേർഡ് പഠിക്കാം. എന്താണ്? ശീലങ്ങൾ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഹാബിറ്റ്. അതേപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് പ്രമോട്ട്. അപ്പോൾ ശീലങ്ങൾ എന്നുള്ളതിന് നമ്മൾ ഹാബിറ്റ് എന്നും പ്രോത്സാഹിപ്പിക്കുക എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രമോട്ട് എന്നുമാണ്. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരും നോക്കാം. സെൻറ്റൻസ് ഇതായിരുന്നു. അവർ ആരോഗ്യകരമായ ശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ദേ പ്രമോട്ട് ഹെൽത്തി ഹാബിറ്റ്സ്. അവർ ആരോഗ്യകരമായ ശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്ത സെൻറ്റൻസ് ആണ് എന്നെ ദയവായി സംസാരിക്കാൻ അനുവദിക്കൂ. അനുവദിക്കുക എന്നതിന് അർത്ഥം വരാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് അലോ എന്നുള്ള വേർഡ്. സെൻറ്റൻസ് എങ്ങനെ വരും നോക്കാം. പ്ലീസ് അലോ മീ ടു സ്പീക്ക്. എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ. സംസാരിക്കുക എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് സ്പീക്ക് എന്ന് പറയുന്ന വേർഡ്. സോ സെൻറ്റൻസ് എങ്ങനെ വരും? പ്ലീസ് അലോ മീ ടു സ്പീക്ക്. അടുത്ത സെൻറ്റൻസ് ആണ് വിജയിക്കുക എന്നത് സാധ്യമാണ്. സാധ്യമാണ് എന്നതിന് ഉപയോഗിക്കുന്ന വേർഡാണ് പോസിബിൾ എന്നുള്ള വേർഡ്. സെൻറ്റൻസ് എങ്ങനെ വരും നോക്കാം. ഇറ്റ് ഈസ് പോസിബിൾ ടു വിൻ. അടുത്തത് ഞങ്ങളുടെ പദ്ധതി ലളിതമാണ്. പദ്ധതി അല്ലെങ്കിൽ തന്ത്രം എന്നൊക്കെ പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്താണ്? സ്ട്രാറ്റജി. സെൻറ്റൻസ് എങ്ങനെ വരും നോക്കാം. അവർ സ്ട്രാറ്റജി ഈസ് സിമ്പിൾ. ലളിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അവർ സ്ട്രാറ്റജി ഈസ് സിമ്പിൾ. അടുത്ത സെൻറ്റൻസ് ആണ് നിലവിലെ പാഠം ലളിതമാണ്. അപ്പോൾ നിലവിൽ അല്ലെങ്കിൽ ഇപ്പോൾ എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് കറണ്ട്. എന്താണ്? കറണ്ട് എന്നുള്ള വേർഡ്. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരും? ദ കറണ്ട് ലെസൺ ഈസ് ഈസി. നിലവിലെ പാഠം ലളിതമാണ് എന്നുള്ള രീതിയിലാണ് അവിടെ കറണ്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ അവസ്ഥ അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ കറണ്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അടുത്ത സെൻറ്റൻസ് ആണ് അവർ നല്ല സേവനം നൽകുന്നു. സേവനം എന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേർഡാണ് സർവീസ് എന്ന് പറയുന്നത്.
നൽകുന്നു എന്നതിന് ഉപയോഗിക്കുന്ന വേർഡാണ് പ്രൊവൈഡ്. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരും നോക്കാം. ദേ പ്രൊവൈഡ് ഗുഡ് സർവീസ്. അവർ നല്ല സേവനം നൽകുന്നു. സേവനം എന്നതിന് നമ്മൾ സർവീസ് എന്നുള്ള വേർഡും നൽകുന്നു എന്നതിന് പ്രൊവൈഡ് എന്ന വേർഡുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ നല്ല സേവനം നൽകുന്നു എന്നെങ്ങനെ പറയും? ദേ പ്രൊവൈഡ് ഗുഡ് സർവീസ്. അടുത്ത സെൻറ്റൻസ് ആണ് അവൻ്റെ വിധി നിർണയം ന്യായമായിരുന്നു. അപ്പോൾ വിധി നിർണയം എന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേർഡാണ് ജഡ്ജ്മെൻറ്റ്. ജഡ്ജ്മെൻറ്റ് എന്നുള്ള വേർഡാണ് വിധി നിർണയം എന്നതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യായം എന്നതിന് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഫെയർ. FAIR, ഫെയർ എന്നുള്ള വേർഡ്. സെൻറ്റൻസ് എങ്ങനെ വരും നോക്കാം. ഹിസ് ജഡ്ജ്മെൻറ്റ് വാസ് ഫെയർ. അവൻ്റെ വിധി നിർണയം ന്യായമായിരുന്നു. ഇവിടെ വാസ് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ്? പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്. അതായത് വിധി നിർണയം കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അവൻ്റെ വിധി നിർണയം ന്യായമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് ഉപയോഗിച്ചത്. അടുത്ത സെൻറ്റൻസ് ആണ് ആ കുട്ടി ജയിക്കുമെന്ന് ദൃഢനിശ്ചയത്തിലാണ് എന്ന് പറയാണ്. അപ്പോൾ ദൃഢനിശ്ചയം അല്ലെങ്കിൽ ഉറച്ച തീരുമാനം എന്നൊക്കെ അർത്ഥം വരാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ഡിറ്റർമൈൻഡ് എന്നുള്ള വേർഡ്. എന്താണ്? ഡിറ്റർമൈൻഡ് എന്നുള്ള വേർഡ്. സെൻറ്റൻസ് എങ്ങനെ വരും നോക്കാം. ദ ബോയ് ഈസ് ഡിറ്റർമൈൻഡ് ടു വിൻ. എന്താണ്? ദ ബോയ് ഈസ് ഡിറ്റർമൈൻഡ് ടു വിൻ. ആ കുട്ടി ജയിക്കുമെന്ന് ദൃഢനിശ്ചയത്തിലാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഉറച്ച തീരുമാനത്തിലാണ് എന്ന്. അടുത്ത സെൻറ്റൻസ് ആണ് ആ സിനിമ വളരെ തമാശയായിരുന്നു. തമാശ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളുടെ വായിൽ ആദ്യം വരുന്ന വേർഡ് ജോക്ക് എന്നുള്ള വേർഡായിരിക്കും അല്ലേ? പക്ഷേ തമാശ എന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വേർഡാണ് ഹിലേറിയസ് എന്നുള്ള വേർഡ്. സെൻറ്റൻസ് എങ്ങനെ വരും നോക്കാം. സെൻറ്റൻസ് എന്തായിരുന്നു? ആ സിനിമ വളരെ തമാശയായിരുന്നു. ദ മൂവി വാസ് ഹിലേറിയസ്. ഇവിടെയും നമ്മൾ വാസ് ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കാര്യമാണ് അല്ലേ? സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ദ മൂവി വാസ് ഹിലേറിയസ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയ എല്ലാ വേർഡ്സും അതിൻ്റെ മലയാളം മീനിങ്ങും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് എഴുതിയെടുക്കുക. നിങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഡെയിലി നിങ്ങൾ സെൻറ്റൻസസ് പറയുമ്പോൾ ആ സെൻറ്റൻസസിൽ മനഃപൂർവ്വം നിങ്ങൾ ഈ വാക്കുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ വായിലേക്ക് ഈ വാക്കുകൾ വരാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംസാര ഭാഷയിൽ ഈ പഠിക്കുന്ന വേർഡ്സ് എല്ലാം ഉൾപ്പെടുത്താൻ കൂടി ശ്രമിച്ചാലാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെയും ലൈക്സിലൂടെയും എന്നെ അറിയിക്കുക. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് എനിക്ക് അറിയാൻ സാധിക്കൂ. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.